ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു അറേയിൽ റാൻഡം ആയിട്ട് എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യണേ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ഓൾറെഡി C++ൻ്റെ സിൻറ്റാക്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതറിയാത്തവർ നമ്മളുടെ ചാനലിൽ കുറച്ച് C++ൻ്റെ വീഡിയോസ് ഉണ്ട്, അത് പോയി കണ്ടിട്ട് വരാം. പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിലും മറ്റേ പ്ലേലിസ്റ്റ് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. സോ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് ഒബ്വിയസ്ലി ഒരു അറേ വേണമല്ലോ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ. ഇതിൽ ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ 5 എലമെൻറ്റ്സിൻ്റെ വെച്ചിട്ട് കാണിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അറേക്ക് ഒരു 10 കപ്പാസിറ്റി കൊടുക്കുകയാണ്. അതായത് 10 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് സെറ്റ് ചെയ്തേക്കാണ്. ഇപ്പോൾ അത് നിങ്ങൾ എത്ര എലമെൻറ്റ്സ് ആണോ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കൂടുതൽ കൊടുക്കാൻ നോക്കുക. കാരണം ചിലവർക്ക് സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ കാണിക്കുന്നുണ്ട് ചില കമ്പൈലേഴ്സിൽ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ 10 കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് കുറച്ച് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റാൻഡമായിട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള ആ ഒരു എലമെൻറ്റ്, പിന്നെ ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷൻ, പിന്നെ അതുപോലെ ഇത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്താൽ മതി എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടൊരു മെസ്സേജ് ചോദിക്കുകയാണ് സി ഔട്ടിൽ. അറേയിൽ വേണ്ട നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ എണ്ണം ചോദിക്കുകയാണ് ഞാനിവിടെ. എന്നിട്ട് സീൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ആ ഒരു n ഇൻപുട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാണ്. സിമ്പിളായിട്ട് നമ്മളത് ചെയ്തു. ഇനി ഇത് കഴിഞ്ഞ് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ആ ഒരു അറയ്ക്കകത്തേക്ക് എലമെൻറ്റ്സ് യൂസറിനെ കൊണ്ട് ഇൻപുട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യിപ്പിക്കണം. അതിന് നമുക്ക് എന്ത് വേണം? ഒരു ഫോർ ലൂപ്പ് വേണം. അതിനായിട്ട് ഒരു ഫോർ ലൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ കണ്ടീഷൻ എഴുതണ പോലെ ആദ്യം തന്നെ ഞാൻ i ഇനിഷ്യലൈസ് ചെയ്ത് i = 0 കൊടുത്തു. പിന്നെ i <n കൊടുത്തു. എന്നിട്ട് i++ കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ലൂപ്പിൻ്റെ അകത്ത് കയറി. ഇവിടെ ഞാൻ സി ഔട്ട് ഞാൻ ചോദിക്കുകയാണ് എൻ്റർ എലമെൻറ്റ് ഫോർ പൊസിഷൻ. എത്രാമത്തെ പൊസിഷനാണെന്നുള്ളത് കാണിക്കണം എനിക്ക്. അതുകൊണ്ട് ഞാനിവിടെ i+1 കൊടുക്കുകയാണ്. i+1 കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഫസ്റ്റ് എലമെൻറ്റ് 0th ഇൻഡെക്സിലാണ് എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ആൾക്കാർക്ക് 0, 1, 2, 3 എന്ന് കാണിക്കുന്നതിന് പകരം എനിക്ക് നോർമലി ആൾക്കാർ വായിക്കുന്ന പോലെ 1, 2, 3 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ i+1 കൊടുക്കുന്നത്. സോ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോളൻ ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒരു ഫോർമാറ്റിങ്ങിന് വേണ്ടി കൊടുത്തെന്ന് മാത്രം. പിന്നെ അടുത്ത ലൈനിൽ നമ്മൾ ആ ഒരു അറയിലേക്ക് എലമെൻറ്റ് സ്റ്റോർ ചെയ്യാണ്. അതിന് cin ARR of i കൊടുത്തു. എന്നിട്ട് സെമിക്കോളൻ ഇട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അറയിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള കോഡ് കറക്റ്റായിട്ട് എഴുതി. ഇനി ഇത് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. പ്രിൻ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഞാനൊരു പ്രിൻ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അറേ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യമൊക്കെ ആയിട്ട് പ്രിൻ്റ് ചെയ്യേണ്ടി വരും. എപ്പോഴും ഫോർ ലൂപ്പ് എഴുതുമ്പോൾ കോഡിൻ്റെ ലെങ്ത്ത് കൂടും, അല്ലാതെ തന്നെ കൂടുതലാണ് കോഡ്. സോ ഞാനിവിടെ പ്രിൻ്റ് അറേ എന്നും പറഞ്ഞിട്ട് ഒരു മെത്തേഡ് എഴുതിയിട്ടുണ്ട്. ഈ മെത്തേഡിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ പാസ് ചെയ്യണം. ഒന്ന് ഒബ്വിയസ്ലി നമ്മുടെ അറേ, പിന്നെ അറയ്ക്കകത്ത് നമ്മൾ എത്ര എലമെൻറ്റ്സ് വേണമെന്നുള്ളത് നമ്മൾ n എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സോ സെക്കൻഡ് പാരാമീറ്റർ അതും പാസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് വേണം? ഈ പ്രിൻ്റ് അറേ എന്ന് പറയുന്ന മെത്തേഡ് സ്പെസിഫൈ ചെയ്യണം. അതിന് ഞാൻ മെയിൻ മെത്തേഡിന് പുറത്ത് പോയി എന്നിട്ട് ഞാൻ ആ ഒരു മെത്തേഡ് എഴുതുകയാണ്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ചൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. സോ ഞാൻ വോയിഡാണ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് പ്രിൻ്റ് അറേ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഞാൻ സ്പെസിഫൈ ചെയ്തു. ഇതിൻ്റെ അകത്ത് ഇനി ഒരു പാരാമീറ്റേഴ്സ് സ്പെസിഫൈ ചെയ്യേണ്ട ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഇൻ്റ് ARR സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഫസ്റ്റ് പാരാമീറ്റർ. കാരണം ഞാനിവിടെ അറേയാണ് ഫസ്റ്റ് പാസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് കൊടുക്കേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇൻ്റ് n, അതായത് ആ സെക്കൻഡ് പാരാമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ അകത്ത് വേറെ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒരു ഫോർ ലൂപ്പ് അങ്ങ് എഴുതി കൊടുത്തേച്ചാൽ മതി. അതിൽ ഇൻ്റ് i = 0, i <n, i++,
എന്നിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ഒരു സി ഔട്ടിൽ നമ്മളുടെ അറേ പ്രിൻ്റ് ആവാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. ARR ഓഫ് I. പിന്നെ എനിക്കിത് ഒറ്റ ലൈനിൽ എല്ലാ എലമെൻസും പ്രിൻ്റ് ചെയ്ത് വരണം. സോ ഞാൻ ഓരോ എലമെൻറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്പേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് /t ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൂപ്പിന് പുറത്ത് പോയിട്ട് ഞാൻ സി ഔട്ടിൽ ഒരു എൻഡൽ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അറേ പ്രിൻ്റായിട്ട് എനിക്ക് ഒരു ലൈൻ കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതോടെ നമ്മൾ ഈ ഒരു അറേയിൽ എത്ര എലമെൻറ്റ്സ് റീഡ് ചെയ്യണം എന്നുള്ളത് ആദ്യം യൂസറിൻ്റെ അടുത്ത് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് യൂസറിന് ഓരോ എലമെൻറ്റ്സ് അറേയിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഫൈനലി നമ്മളുടെ പ്രോഗ്രാം എന്ത് ചെയ്യും, ജസ്റ്റ് ആ ഒരു ഇൻസേർട്ട് ചെയ്ത അറേ പ്രിൻറ്റ് ചെയ്യും. ഇത് ഇത്രയും കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ജസ്റ്റ് 3 കൊടുക്കുകയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് പൊസിഷനിൽ 1 കൊടുത്തു, സെക്കൻഡ് പൊസിഷനിൽ 22 കൊടുത്തു, തേർഡ് പൊസിഷനിൽ 3 കൊടുത്തു. ഇപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കയറി പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ആ പാർട്ട് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊക്കെ സെക്കൻഡ് സെമ്മിനും ഈവൻ ഫസ്റ്റ് സെമ്മിലൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യാനുള്ള എലമെൻറ്റും അതുപോലെ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഐ മീൻ ആ പൊസിഷൻ ഏതാണെന്നുള്ളതും കൂടെ ചോദിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സി ഔട്ട് ടൈപ്പ് ചെയ്യാണ്. മെയിൻ ഫങ്ഷൻ്റെ അകത്താണ് ഞാൻ ടൈപ്പ് ചെയ്യണത്. സി ഔട്ടിൻ്റെ അകത്ത് എൻ്റർ എലമെൻറ്റ് ടു ഇൻസേർട്ട് എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. അതിലെന്നിട്ട് ഞാൻ സീൻ വെച്ചിട്ട് എന്ത് ചെയ്തു, സീൻ വെച്ചിട്ട് ഞാൻ എലമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൻ്റെ അകത്ത് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ആ ഒരു നമ്പർ അസൈൻ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊസിഷനും കൂടെ ചോദിക്കണം. പൊസിഷൻ ചോദിക്കാനായിട്ട് ഞാനിവിടെ വേറൊരു സി ഔട്ട് ടൈപ്പ് ചെയ്യാണ്. അതിൽ എൻ്റർ പൊസിഷൻ ടു ഇൻസേർട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചു. ഇനി അതുപോലെ തന്നെ പൊസിഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സീൻ വെച്ചിട്ട് ഞാൻ പോസ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലേക്ക് അതും ഒരു സീൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ എലമെൻറ്റും അതുപോലെ പൊസിഷനും യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമിൻ്റെ ആ ഒരു പാർട്ടും കൂടെ എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു മെത്തേഡ് പറയണം. ആ മെത്തേഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് എലമെൻ്റ് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഈ മെത്തേഡിൻ്റെ അകത്ത് നമുക്ക് അറേ പാസ് ചെയ്ത് കൊടുക്കണം. അറേയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണെന്ന് വെച്ചാൽ അത് സ്റ്റോർ ചെയ്തിട്ടുള്ള വേരിയബിൾ n ആണ്. സോ അത് പാസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇൻസേർട്ട് ചെയ്യാനുള്ള എലമെൻറ്റ് പാസ് ചെയ്യണം. അതുപോലെ ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷനും പാസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് പാസ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെത്തേഡ് എഴുതണം. അതിന് ഞാൻ മെയിൻ മെത്തേഡിന് പുറത്ത് പോയിട്ട് ഒരു വോയിഡ് മെത്തേഡ് എഴുതുകയാണ്. കാരണം ഈ മെത്തേഡിലും ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. സോ ഞാനിവിടെ വോയിഡ് നമ്മളുടെ ആ ഒരു മെത്തേഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് എലമെൻ്റ് എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു മെത്തേഡ് ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യാനുണ്ട്. സോ ഞാനിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത ആ കാര്യങ്ങളൊക്കെ കൂടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ അറേയാണ്. അപ്പം ഞാൻ ഇൻറ്റ് ARR കഴിഞ്ഞിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. എല്ലാം തന്നെ ഇൻറ്റീജറാണ്. സോ ഞാൻ ആ കോപ്പി പേസ്റ്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഇൻറ്റ് എന്നുള്ളത് എക്സ്ട്രാ ടൈപ്പ് ചെയ്ത് കയറ്റുന്നു എന്ന് മാത്രം. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സാധാരണ മെത്തേഡ് എഴുതണ പോലെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് കോൺസെപ്റ്റിലേക്ക് വരുന്നത്. എങ്ങനെയാണ് ഈ പറയുന്ന അറേയിൽ റാൻഡം ആയിട്ട് നമുക്ക് ഒരു പൊസിഷനിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ഞാൻ ആക്ച്വലി സംഭവം പറയാം. ലൈക്ക് ചിലവർക്ക് ഇത് ഒറ്റ ഇൻസ്റ്റൻസിൽ കത്തണമെന്നില്ല, കുറച്ച് ടൈം എടുക്കും. ബട്ട് സ്റ്റിൽ 1-2-3 പ്രാവശ്യം നോക്കുവാണെങ്കിൽ സെറ്റാവുന്നൊരു കേസാണ്. ഇവിടെ നമുക്ക് കീ
പോയിൻറ്റ്സ് കുറച്ച് ഓർത്തിരിക്കാനുണ്ട്. അതായത് നമ്മളുടെ അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0th ഇൻഡെക്സിൽ നിന്നാണ്. അതുകൊണ്ട് ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. അതായത് 0 to 4 വരെയുള്ള ഇൻഡെക്സിലുള്ള ഈ വാല്യൂസ് നമ്മളുടെ അറിയാമെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് 4 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഇൻഡെക്സിൽ, അതായത് 3rd പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം. അതാണ് ലോജിക്ക്. അപ്പോൾ ഈ ഒരു ലോജിക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറേയുടെ ആ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും കൂട്ടി വയ്ക്കാൻ. അതിൻ്റെ ഹെൽപ്ഫുൾനെസ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സോ ഈ ഒരു റെഡ് ഇതിൽ ഞാൻ വരച്ച് വെച്ചതാണ് നമ്മളുടെ അറേയിലെ ടോട്ടൽ കപ്പാസിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 5 എലമെൻറ്റ്സേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. പക്ഷേ നമുക്ക് അഡീഷണലായിട്ട് ഒരു 5 എലമെൻറ്റ്സും കൂടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പ്രോഗ്രാമിൽ നമ്മളത് പറയുന്നില്ല, 5 എലമെൻറ്റ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി എനിക്ക് തേർഡ് പൊസിഷനിൽ അതായത് ഈ 14 ഇരിക്കുന്ന സ്ഥാനത്ത് 4 ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 4th ഇൻഡെക്സിലിരിക്കുന്നത്, അതായത് 5th പൊസിഷനിലിരിക്കുന്ന ഈ എലമെൻറ്റിനെ നമ്മൾ 6th പൊസിഷനിലേക്ക് മാറ്റണം. അതായത് ഇൻഡെക്സ് വൈസ് പറയുകയാണെങ്കിൽ, ഞാൻ ഇനി ഇൻഡെക്സ് വൈസ് തന്നെ പറയാം, ഇനി കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള. ഞാനിതൊന്നുകൂടി വരച്ച് കാണിച്ചു തരാം. സോ എനിക്ക് 4th ഇൻഡെക്സിൽ കിടക്കുന്ന ഈ 20നെ 5th ഇൻഡെക്സിലേക്ക് മാറ്റണം. നമ്മളുടെ ആക്ച്വൽ പ്രോഗ്രാമിൽ ഇപ്പോൾ 5th ഇൻഡെക്സിൻ്റെ അകത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഞാനിവിടെ ഈ ഒരു ഇമേജ് എനിക്കിതേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇമേജ് കാണിക്കണം. സോ ആക്ച്വലി 5th ഇൻഡെക്സിൻ്റെ അകത്തുള്ള എലമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ, അതായത് ഈ ഒരു അറേയിൽ 4th ഇൻഡെക്സിൽ വരുന്ന ആ ഒരു വാല്യൂവിനെ നമ്മളുടെ 5th ഇൻഡെക്സിലേക്ക് കോപ്പി ചെയ്യണം. അതായത് ഈ 20നെ പിടിച്ചിട്ട് 5th ഇൻഡെക്സിലേക്ക് കൊണ്ടുപോകണം. അതുപോലെ അത് കഴിഞ്ഞിട്ട് 3rd ഇൻഡെക്സിൽ കിടക്കുന്ന ഈ 8നെ എടുത്തിട്ട് 4th ഇൻഡെക്സിലേക്ക് കൊണ്ടുപോകണം. അതുപോലെ ഫൈനലി ഈ 2nd ഇൻഡെക്സിൽ കിടക്കുന്ന 14നെ എടുത്തിട്ട് 3rd ഇൻഡെക്സിലേക്ക് കൊണ്ടുവരണം. ഇതപ്പോൾ ഒരു ലൂപ്പാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒരു ലൂപ്പാണ് ചെയ്യുന്നത്. ഈ ലൂപ്പ് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 14 വരും, അതുപോലെ ഇവിടെ 8 വരും. ലൈക്ക് ഈ വാല്യൂസ് ഒരു സ്റ്റെപ്പ് മേളിലോട്ട് കയറി നിൽക്കും. അതുപോലെ ഇവിടെ എത്ര വരും? 20 വരും. ഇങ്ങനെ നമ്മൾ ഇത്രയും സാധനങ്ങൾ വെക്കുമ്പോൾ പിന്നെ നമുക്ക് ഈ ലൂപ്പിൻ്റെ പരിപാടി കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു 14 നമ്മൾ എടുത്ത് കളയാണ്. പകരം നമ്മൾ ഈ ഒരു 4 ഇൻസേർട്ട് ചെയ്യും. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഞാനിതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഈ ഫിഗർ തന്നെ ആകെ അലമ്പായിപ്പോയി. പക്ഷെ കോൺസെപ്റ്റ് ഇതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ബാക്ക്വേർഡ് പോവുക. അതല്ലെങ്കിൽ കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു ലൈവ് സ്ട്രീം എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ലൈവായിട്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 14 ഇരുന്ന പൊസിഷനിൽ ആ പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് അതിന് പ്രോഗ്രാമിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അതപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള രീതിക്കാണ് ചെയ്യാൻ പോണത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ അറേ റിവേഴ്സ് ചെയ്ത് വേണം ഐട്രേറ്റ് ചെയ്യാൻ. ഈ ഒരു പെർട്ടിക്കുലർ പരിപാടി വർക്ക് ചെയ്യിച്ചെടുക്കാൻ എളുപ്പമുള്ളൊരു മെത്തേഡ് അതാണ്. സോ റിവേഴ്സ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിന് ഞാനൊരു ഫോർ ലൂപ്പ് എഴുതുകയാണ്. ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് കണ്ടീഷൻ നമുക്ക് റിവേഴ്സ് ചെയ്താണ് പ്രിൻ്റ് ചെയ്ത് വരേണ്ടത്. അതുകൊണ്ട് ഇൻറ്റ് i = n എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക്
സീറോയ്ക്ക് പകരം നമ്മൾ സാധാരണ 0 പറയുമ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടാണ് വരിക, n എന്ന് പറയുമ്പോൾ റിവേഴ്സ് തൊട്ട് ആയിരിക്കും വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ആൻഡ് ഈക്വൽ ടു 0 കൊടുക്കുക. എന്നിട്ട് ഐനെ നമ്മൾ സാധാരണ ലൂപ്പിൽ ഇൻക്രിമെൻറ്റ് ചെയ്യും, പക്ഷെ ഇവിടെ നമുക്ക് ഡിക്രിമെൻ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു അറേ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഇതൊന്ന് ജസ്റ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് റിവേഴ്സായിട്ട് പ്രിൻ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു 5 എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യാണ്. 1 2 3 4 5 ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു എലമെൻ്റ് ഏതാണ് ഇൻസേർട്ട് ചെയ്യാനുള്ളത് എന്നുള്ളത്, അറേയിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട എലമെൻ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഇൻസേർട്ട് ചെയ്യുക. പൊസിഷൻ ഞാനിപ്പോൾ ജസ്റ്റ് 3 കൊടുത്തു. ഇതിങ്ങനെ കൊടുത്തെങ്കിലും ഇപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞാനിപ്പോൾ പ്രോഗ്രാമിൽ എഴുതിപ്പോയതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് മാത്രം. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം നമ്മളുടെ ഇൻസേർട്ട് എലമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് അത് കോളായി കഴിഞ്ഞപ്പോൾ നമ്മളുടെ അറേ എന്ത് പറ്റി, റിവേഴ്സായിട്ട് പ്രിൻ്റായി വന്നിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ 5th ഇൻഡെക്സിലെ വാല്യൂ ആണ് ഈ 0. അതുപോലെ 3rd ഇൻഡെക്സിലെ വാല്യൂ ആണ് എന്ത്, 4. പിന്നെ അതേപോലെ 2nd ഇൻഡെക്സിലെ വാല്യൂ 3 വന്നിട്ടുണ്ട്, 1st ഇൻഡെക്സിലെ വാല്യൂ 2 വന്നിട്ടുണ്ട്, 0th ഇൻഡെക്സിലെ വാല്യൂ 1. അങ്ങനെ റിവേഴ്സായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രാമത്തെ പൊസിഷനാണോ ചേഞ്ച് ചെയ്യണേ അവിടം വരെ ലൂപ്പ് കൊണ്ടുപോയാൽ മതി. ഇതിപ്പോൾ നമ്മൾ 0 വരെ ഇൻഡെക്സിലുള്ള എല്ലാ എലമെൻസും പ്രിൻ്റ് ചെയ്തു. ഇതിന് പകരം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പൊസിഷന് തൊട്ട് മുന്നേ വരെയുള്ള കാര്യങ്ങൾ മാത്രം പ്രിൻ്റ് ചെയ്താൽ മതി. അതിനപ്പം നമ്മൾ എന്ത് ചെയ്യണം, സിമ്പിളാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് നമുക്കിപ്പോൾ ഇവിടെ 3rd പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 3rd പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈ 3 ഇരിക്കണ പോയിൻറ്റിൽ മൂന്നാമത്തെ ആ ഒരു വാല്യൂവിൽ മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ 3 - 1 എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് 2 ആണ്. അപ്പോൾ 0th ഇൻഡെക്സ്, 1st ഇൻഡെക്സ്, 2nd ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഈ 3 ഇരിക്കണ വാല്യൂ ആണ്. ഈ 3 ഇരിക്കണ വാല്യൂയുടെ സ്ഥാനത്ത് 12 വരണം എന്നാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഇനി ആ ഇറ്ററേഷൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ n സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 4 വരയ്ക്കും കൊണ്ടുപോയി നിർത്തിയാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം, പക്ഷെ നമുക്ക് ലൂപ്പ് അത്രയും ഓടിയാൽ മതി. അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല, ഇവിടെ I ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0യ്ക്ക് പകരം I ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പോസ് എന്നും പറഞ്ഞിട്ട് ആ ഒരു പൊസിഷൻ്റെ വേരിയബിൾ പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ 5 ഇൻസേർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് 5 എലമെൻറ്റ്സ് ഞാനിവിടെ ഇൻപുട്ട് ചെയ്ത്, അപ്പോൾ നമ്മളുടെ ആ ഒരു എലമെൻറ്റ്സ് എല്ലാം അറേയിൽ സീക്വൻസ് ആയിട്ട് കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു എലമെൻറ്റ് 12 കൊടുത്തു, ഇൻസേർട്ട് ചെയ്യാനുള്ള പൊസിഷൻ 3 കൊടുത്തു. ഇപ്പോൾ നോക്കിയേ നമ്മളുടെ എത്രാമത്തെ ഇൻഡെക്സ് തൊട്ടാണ് പ്രിൻ്റായി വന്നിട്ടുള്ളതെന്ന്. അതായത് 5th ഇൻഡെക്സിലെ വാല്യൂ പ്രിൻ്റായി വന്നിട്ടുണ്ട്, 4th ഇൻഡെക്സിലെ വാല്യൂ പ്രിൻ്റായി വന്നിട്ടുണ്ട്, 3rd ഇൻഡെക്സിലെ വാല്യൂ പ്രിൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ നമ്മൾ ലൂപ്പിൻ്റെ കാര്യം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ 3rd ഇൻഡെക്സിലിരിക്കുന്ന വാല്യൂവിനെ പിടിച്ചിട്ട് 4th ഇൻഡെക്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകണം. അതായത് 4th ഇന്ന 5th ഇൻഡെക്സിലേക്ക് കോപ്പി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യം തന്നെ ഞാൻ ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കളയാണ്, സി ഔട്ടിൻ്റെ ആ ഒരു ലൈൻ കളയാണ്. കാരണം അത് നമുക്കിവിടെ ആവശ്യമില്ല. ആക്ച്വലി നിങ്ങൾക്ക് ആ ലൂപ്പ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്തത്. ഇവിടെ വന്നിട്ട് ഞാൻ എന്താ കൊടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അതായത് ARR ഓഫ് I ഈക്വൽ ടു ARR ഓഫ് I - 1. ഇവിടെ എന്താ സംഭവിക്കണമെന്നുള്ളത് ഞാനൊരു ഇമേജ് വെച്ചിട്ട് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഈ ലൂപ്പ് വന്നിട്ട് 4th ഇൻഡെക്സിലാണ് നിൽക്കണതെന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. ഈ 4th ഇൻഡെക്സിലാണ് ഇപ്പോൾ ലൂപ്പ് നിൽക്കണേ.
അപ്പോൾ ഈ ലൂപ്പ് ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ARR ഓഫ് I എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20ആണ്. ഇപ്പോൾ പ്രസൻറ്റ് നിൽക്കുന്നത് 20ആണ്. ARR ഓഫ് I ഈക്വൽ ടു ARR ഓഫ് I മൈനസ് 1. I മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് 3 ആണ്. ARR ഓഫ് I മൈനസ് 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ 8 എന്ന് പറയുന്ന വാല്യൂ ഇൻഡെക്സ് 4ലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ആ ഒരു പ്രക്രിയയാണ് ARR ഓഫ് I ഈക്വൽ ടു ARR ഓഫ് I മൈനസ് 1. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫോർ ലൂപ്പ് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ അറേ 5 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പം നമ്മളുടെ ഫോർ ലൂപ്പ് ഇൻസേർട്ട് എലമെൻറ്റിൻ്റെ അകത്തുള്ള ഫോർ ലൂപ്പ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 4th ഇൻഡെക്സിലുള്ള ഈ ഒരു 20 എടുത്തിട്ട് 5th ഇൻഡെക്സിലേക്ക് കൊണ്ടുപോകും. അതുപോലെ 3rd ഇൻഡെക്സിലുള്ള ഈ 8 എടുത്തിട്ട് 4th ഇൻഡെക്സിൽ കൊണ്ടുപോയിടും. അത് കഴിഞ്ഞിട്ട് ഈ 2nd ഇൻഡെക്സിലുള്ള 14 എടുത്തിട്ട് 3rd ഇൻഡെക്സിൽ 8 പകരം അത് കൊണ്ടുപോയിട്ട് അസൈൻ ചെയ്ത് വയ്ക്കും. ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ സക്സസ്ഫുള്ളി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു 2nd ഇൻഡെക്സിൽ നിൽക്കുന്ന ഈ 14 എടുത്ത് മാറ്റിയിട്ട് 12 നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ലൂപ്പിന് പുറത്തേക്ക് പോവുക, എന്നിട്ട് ARR ഓഫ് POS മൈനസ് 1 കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പൊസിഷൻ നമ്മൾ 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്കാണ് യൂസർ ഇൻപുട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ആ പൊസിഷൻ 1 സബ്സ്ട്രാക്റ്റ് ചെയ്യണം, ആ 0th ഇൻഡെക്സ് ആയിട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ARR ഓഫ് POS മൈനസ് 1 എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഈക്വൽ ടു എലമെൻ്റ് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. ഇത്രയും ചെയ്താൽ നമ്മളുടെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിയും. അതായത് ഇങ്ങനെ ഓരോ എലമെൻറ്റ്സും മാറ്റി മാറ്റി അവസാനം ഈ 2nd ഇൻഡെക്സിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ 12 ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ആ ഒരു ഐഡിയോളജി. ഇനി നമ്മൾ മെയിൻ മെത്തേഡിൽ തിരിച്ച് വരികയാണ്. ഇതിൽ ഇൻസേർട്ട് എലമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് കോൾ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു അറേ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അതിനായിട്ട് ഞാനിവിടെ പ്രിൻ്റ് അറേ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് കോൾ ചെയ്യാണ്. ഈ മെത്തേഡിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണം, ARR പാസ് ചെയ്യണം, പിന്നെ അതുപോലെ N പാസ് ചെയ്യണം. ഇപ്പോൾ ചില ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിലൊരു തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതെന്തായാലും ഞാനിപ്പോൾ ക്ലാരിഫൈ ചെയ്ത് തരാം. ഞാനിത് ആദ്യം ഒന്ന് റൺ ചെയ്യാണ്, എന്നിട്ട് 5 എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാണ്. പൊസിഷൻ നമ്പർ 1ൽ 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുത്തു, അങ്ങനെ ഓരോ പൊസിഷന് ഓരോ നമ്പേഴ്സ് കൊടുത്തു. അപ്പോൾ എൻ്റെ 5 എലമെൻറ്റ്സ് ഇവിടെ പ്രിൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള എലമെൻറ്റ് എന്താണ്, 12 ആണ്. അതുപോലെ എത്രാമത്തെ പൊസിഷനിലാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഈ 3 നിൽക്കണോടത്താണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 ഇൻസേർട്ട് ചെയ്ത്. ഇപ്പോൾ നോക്കിയേ, നമ്മളുടെ റിസൾട്ട് വന്നപ്പോൾ 3rd പൊസിഷനിലിരുന്ന ആ വാല്യൂ മാറിയിട്ട് അവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിച്ച 12 കയറിയിട്ടുണ്ട്. അതുപോലെ അവിടെ മുന്നേ ഉണ്ടായിരുന്ന 3 അടുത്ത ഇൻഡെക്സിലേക്ക് പോയിട്ടുണ്ട്, പിന്നെ 4 അതനുസരിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും 5 എവിടെ പോയിന്ന്. ആ ഒരു ഇഷ്യൂ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, 5 എങ്ങും പോയിട്ടില്ല, 5 അറേ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ Nൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക. N നമ്മൾ പ്രിൻ്റ് അറേയിൽ ഇപ്പോൾ ARR, N ആയിരുന്നു പാസ് ചെയ്തേ, അതിന് പകരം ARR, N+1 എന്നും പറഞ്ഞിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ പോയ ആൾ തിരിച്ചു വരും. ഞാനിതൊന്നുകൂടി റൺ ചെയ്യുകയാണ്. ഞാൻ 5 എലമെൻറ്റ്സ് നേരത്തെ പോലെ തന്നെ സെയിം സംഭവം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ട, ഇപ്പോൾ എനിക്ക് 1, 2 അത് കഴിഞ്ഞിട്ട് 12 നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിച്ച എലമെൻറ്റ് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരത്തെ അറേയിലുണ്ടായിരുന്ന ബാക്കി എലമെൻറ്റ്സ് എല്ലാം തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. ആ 3, 4, 5 നേരത്തെ നമ്മൾ ആ N ഇൻക്രിമെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് ആ 5 പ്രിൻ്റായി വന്നില്ല, പക്ഷെ ഇപ്പോൾ അത് വന്നിട്ടുണ്ട്.
ഇങ്ങനെയാണ് നമ്മൾ റാൻഡം പൊസിഷനിൽ എന്ത് ചെയ്യേണ്ടത്, എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ പൊസിഷൻ 1 കൊടുക്കുകയാണെങ്കിൽ ഇൻസേർട്ട് അറ്റ് ബിഗിനായി, പിന്നെ പൊസിഷൻ എനിക്ക് തോന്നുന്നത് 6 കൊടുക്കുകയാണെങ്കിൽ ഇൻസേർട്ട് അറ്റ് എൻഡും ആയി. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പരിപാടി നടക്കുന്നത്. വേണമെങ്കിൽ ഞാൻ അതും ഡെമോ കാണിച്ചു തരാം. 5 എലമെൻറ്റ്സ് ഞാൻ ഇൻപുട്ട് ചെയ്തു, 12 കൊടുത്തു, പൊസിഷൻ ഞാൻ 1 കൊടുക്കുകയാണ്. അപ്പോൾ കണ്ട 12 1 2 3 4 5. അപ്പോൾ ഇൻസേർട്ട് അറ്റ് ബിഗിൻ സെറ്റായി. ഇനി ഇൻസേർട്ട് അറ്റ് എൻഡ് നോക്കണം. അതിന് ഞാനിവിടെ അതേപോലെ തന്നെ 5 എലമെൻറ്റ്സ് ഒന്നുകൂടി ഇൻസേർട്ട് ചെയ്ത് 12 കൊടുത്തു. പൊസിഷൻ കൊടുക്കേണ്ടത് നമുക്ക് 6 കൊടുക്കണം. അപ്പോൾ കണ്ടോ ഇൻസേർട്ട് അറ്റ് എൻഡും സെറ്റായി. ബാക്കി നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ എലമെൻറ്റ്സും ഉണ്ട്, കൂടാതെ 12ഉം കിടക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതോടെ നമ്മൾ ഇൻസേർട്ട് അറ്റ് എനി സ്പെസിഫിക് പൊസിഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചു. നമ്മളപ്പോൾ ഈ ഒരു അൽഗോരിതം കറക്റ്റായിട്ട് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 2 മിസ്റ്റേക്ക് എന്നാലും നമുക്കുണ്ട്. അതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസറിൻ്റെ അടുത്തുനിന്ന് എന്നിൻ്റെ വാല്യൂ ഇൻപുട്ട് ചെയ്തതിന് ശേഷം അത് ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ചില ടീച്ചേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ എന്നിൻ്റെ വാല്യൂ -1 കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്നുള്ളത് ചെക്ക് ചെയ്യും. അതുപോലെ നമ്മളുടെ അറയ്ക്കാകെ ടോട്ടലി 10 എലമെൻറ്റ്സേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടീച്ചർ പോയിട്ട് ഒരു 100 എലമെൻറ്റ്സാണ് എന്നിന് വാല്യൂ കൊടുക്കണമെങ്കിൽ അവിടെ സെഗ്മെൻറ്റേഷൻ ഫോൾട്ടൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു വിഷയം വരുന്നത് പൊസിഷൻ്റെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. പൊസിഷൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാത്തത് കൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ടീച്ചർ പൊസിഷൻ പോയിട്ട് 0 അതല്ലെങ്കിൽ -1 കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രോഗ്രാം എറർ വരും. അതുപോലെ ടീച്ചർ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു അറയിൽ 5 എലമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ടീച്ചർ പോയിട്ട് ഒരു 100ാമത്തെ പൊസിഷനിൽ കൊണ്ടുപോയി ഒരു എലമെൻറ്റ് ആഡ് ചെയ്യാനായിട്ടാണ് ആ പൊസിഷൻ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ പ്രോഗ്രാം എറർ വരും. അങ്ങനെ 2 രീതിക്ക് എറർ വരാൻ ചാൻസ് ഉണ്ട്. ഇതപ്പോൾ എങ്ങനെ ഫിക്സ് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആദ്യം ഞാൻ ഈ പൊസിഷൻ്റെ പ്രശ്നം നമുക്ക് ഫിക്സ് ചെയ്യാം. അതിന് വേറൊന്നുമില്ല, ഈ ഇൻസേർട്ട് എലമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഒരു ഇഫ് കണ്ടീഷൻ്റെ അകത്ത് ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം എക്സിക്യൂട്ട് ചെയ്യിപ്പിച്ചാൽ മതി. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനപ്പോൾ ഇവിടെ പൊസിഷൻ ഇൻപുട്ട് ചെയ്യുന്ന ആ സീനിന് ശേഷം ഒരു പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ പോയിട്ട് ഞാൻ ഒരു ഇഫ് കണ്ടീഷൻ എഴുതിയാണ്. ഇഫ് കണ്ടീഷനിൽ ചെക്ക് ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ POSൻ്റെ വാല്യൂ <0 ആവരുത്. അതാണ് ഒരു കണ്ടീഷൻ. <= നമുക്ക് വേണമെങ്കിൽ ഇടാം. 0യോ അതിൽ താഴെയോ ആവാൻ പാടില്ല. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ POSൻ്റെ വാല്യൂ നമുക്ക് n+1 മേളിലോട്ടേക്ക് പോകാൻ പാടില്ല എന്ന് വേണമെങ്കിലും പറയാം. ഈ ഒരു ചെക്കിങ് നടത്തി എന്നിട്ട് ഇതിലേതെങ്കിലും ഒരു സംഭവം സത്യമാണെങ്കിൽ നമുക്ക് ഒരു എറർ മെസ്സേജ് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. എറർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ should be greater than 0 and should be less than എന്നിട്ട് നമുക്ക് മറ്റേ n+1ൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പം നമ്മൾ ആ ഒരു എറർ മെസ്സേജിൻ്റെ കാര്യം ഡിസ്പ്ലേ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ എൽസ് പാർട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക. എൽസ് പാർട്ടിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഇൻസേർട്ട് എലമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിനെ അവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഈ പ്രിൻ്റ് അറേയുടെ ആ ഒരു മെത്തേഡും കൂടെ ഇതിൻ്റെ അകത്തേക്ക് തന്നെ പ്രിൻ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ചിലപ്പോൾ 2 പ്രാവശ്യം അറേ ഇൻസേർട്ട് ആവാതെ തന്നെ പ്രിൻ്റ് ആവാനൊരു ചാൻസ് ഉണ്ട്. സോ ഞാൻ ഈ ഒരു 2 മെത്തേഡ് എൽസ് പാർട്ടിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മളുടെ പൊസിഷൻ്റെ പാർട്ട് ശരിയായി. നമുക്കിതൊന്ന് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഞാൻ 4 എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാൻ കൊടുത്തേക്കാണ്. ഇവിടെ
നമുക്ക് ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുക. പൊസിഷൻ വന്നിട്ടുണ്ട്, ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ഒരു -1 ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ എറർ മെസ്സേജ് വന്നിട്ടുണ്ട്, ഈ പൊസിഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അതല്ല എങ്കിൽ ലെസ് ദാൻ 5 ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ പൊസിഷൻ്റെ വാല്യൂ ഒരു ഇഫ് എൽസ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്ന രീതിക്കുള്ളത് നമ്മൾ ചേഞ്ച് വരുത്തി നമ്മളുടെ ഫസ്റ്റ് ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്തു. ഇനി ഈ പ്രോഗ്രാമിലെ ഫൈനലായിട്ടുള്ള ഇഷ്യൂ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, അതായത് എന്നിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ആ എന്ന് വാങ്ങിച്ച സീനിന് ശേഷം ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഇഫ് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഇഫ് കണ്ടീഷൻ നമ്മളുടെ POSന് സിമിലർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ തന്നെയാണ്. അതായത് എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 0 കൊടുക്കുക, അതുപോലെ എന്നിൻ്റെ വാല്യൂ 0ക്ക് താഴെ പോകാനും പാടില്ല, അതല്ല എങ്കിൽ എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 കയറാനും പാടില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ കൊടുക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ എനിക്കൊരു എറർ മെസ്സേജ് കാണിക്കണം. അതിന് ഞാനിവിടെ ഒരു Coutൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. ടോട്ടൽ എലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഈസ് 5 എന്നും പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. അതായത് മാക്സിമം 5 എലമെൻറ്റ്സ് വരെ ഈ അറേയിൽ സ്റ്റോർ ആവത്തുള്ളൂ, അതല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കണുള്ളൂ എന്നുള്ള രീതിക്ക് ഒരു എറർ മെസ്സേജ് കാണിക്കുകയാണ്. ഇനി ഇതിൻ്റെ എൽസ് പാർട്ട് എഴുതണം. ഈ എൽസ് പാർട്ടിൻ്റെ അകത്ത് വന്നിട്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബാക്കി ആ അറേയിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്ന ലൂപ്പും പിന്നെ പൊസിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ആ കോഡുകളുണ്ടല്ലോ, അതെല്ലാം കൂടെ കോപ്പി ചെയ്യുക. ഇത് ഫുള്ള് അങ്ങ് കോപ്പി ചെയ്യുക, കട്ട് ചെയ്യുക, എന്നിട്ട് ഈ എൽസിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇതിനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ ഞാൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 5 കൊടുക്കുകയാണ്. അപ്പോൾ കുഴപ്പമില്ലാതെ കയറിയിട്ടുണ്ട്. എന്നിട്ട് പൊസിഷൻ അനുസരിച്ചിട്ട് ഓരോ വാല്യൂസ് ഞാൻ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഒരു എലമെൻറ്റ് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ പൊസിഷൻ്റെ ഇത് ഇൻസേർട്ട് ചെയ്യാനുള്ളതിൻ്റെ ഇഫ് കണ്ടീഷൻ കറക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ വേറെ വിഷയം വരത്തില്ല. അത് കറക്റ്റായിട്ട് വർക്കായി. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ എന്നിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഇഫ് കണ്ടീഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് നോക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ നേരത്തെ 5 ആണ് കൊടുത്തത്, ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ഒരു 6 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ മെസ്സേജ് കാണിക്കേണ്ടത് ടോട്ടൽ എലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഈസ് 5 എന്നും പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഒന്നുകൂടി റൺ ചെയ്തിട്ട് ഒരു -1 ഇൻപുട്ട് ചെയ്ത് നോക്കാം. അപ്പോഴും ടോട്ടൽ എലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഈസ് 5 എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഫേസ് ചെയ്ത 2 ഇഷ്യൂസ് അത് നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് 1-2 പ്രാവശ്യം ചെയ്ത് നോക്കണം. ഇത് അത്യാവശ്യം വീഡിയോയുടെ ലെങ്ത്തും കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിത് റെക്കോർഡ് ചെയ്തതാണ് ആക്ച്വലി. ആദ്യത്തെ വീഡിയോ എനിക്ക് തോന്നുന്നത് എന്താണ്ട് 1 ഹവറിനടുത്തെങ്ങാണ്ട് വന്നു. ഞാനത് ഒരുപാട് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുപോയി. ഇത് തന്നെ എല്ലാവരും ഫുള്ള് കാണുമെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ ഇത് നല്ല രീതിക്ക് മനസ്സിലാവണമെങ്കിൽ എക്സ്പ്ലനേഷൻ കൂടുതൽ പറയേണ്ടി വരും. ഈവൻ ഇത്രയും പറഞ്ഞാൽ പോലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് തന്നെ പഠിച്ചാൽ ഇത് കിട്ടത്തുള്ളൂ.